ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു യോന പ്രവാചകൻ. Jonah was considered among one of the small prophets. സുവിശേഷീകരണത്തിലും മിഷൻ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു പുസ്തകമാണ് യോന. People who are in ministry and who do the ministry, the book of Jonah is very, helpful to them. പല പ്രിയപ്പെട്ടവരും ഇത് ഒരു കഥയാണെന്നും പാരബിളാണെന്നും മിത്താണെന്നും ഒക്കെ അഭിപ്രായപ്പെടാറുണ്ട്. Many people say that this is just a story, it's just a myth, and somebody just wrote about it. കാരണം വലിയ ഒരു തിമിംഗലത്തിൻ്റെ ഉള്ളിൽ യോനായെ വഹിക്കുക എന്നുള്ളത് അസാധ്യവും 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി ഛർദ്ദിക്കുക എന്നുള്ളത് ചിന്തിക്കുവാൻ കഴിയാത്തതായതുകൊണ്ട് ഒരു മിത്താണെന്നും ഒരു പാരബിളാണെന്നും അഭിപ്രായപ്പെടുന്നു. Because manually thinking, if you think it's an impossible thing that somebody goes and lives in the belly of a fish and then the fish takes him to the shore and vomits him out, it's just like a fairy tale. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യോനായെ പറ്റി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത് സത്യസന്ധമായ പ്രസ്താവനയാണ് എന്ന് വിശ്വസിക്കുന്നു. And Jesus in his ministry on this earth, he talked about this. And that is the reason why we believe that this is something true and this has truly happened. വളരെ വികാരപരമായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ 4 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. There are 4 chapters in this book and each one is in different ways encouraging to us. പ്രശ്നക്കാരനായ ഒരു സുവിശേഷ പ്രവർത്തകനെയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. We see a servant of God who is in problems. മാത്രമല്ല പിന്മാറ്റക്കാരായിരിക്കുന്ന ആളുകൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ഈ പുസ്തകം. And not only that, this is a very encouraging books to people who have fallen apart. മാത്രമല്ല മറുതലിച്ച് നിൽക്കുന്നവർക്കും വീണ്ടും അവസരം നൽകുന്ന ഒരു ദൈവത്തിന്റെ കഥയാണ് ഈ പുസ്തകം. Not only that, people who are rebellion, for them to that telling them that God is a God of chances and they have a chance to come back. അങ്ങനെ വ്യത്യസ്തപരമായിരിക്കുന്ന വികാരങ്ങളുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാം അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല പുസ്തകമാണ്. This is a very good book which can be helpful to different people with different character and different ways of life. നമുക്ക് ഈ പുസ്തകം പഠിക്കുന്ന സന്ദർഭത്തിൽ യോന പ്രവാചകന്റെ പുസ്തകത്തിന് 4 അധ്യായങ്ങളാണുള്ളത്. There are 4 chapters in the book of Jonah. 4 അധ്യായങ്ങളിൽ നിങ്ങൾക്ക് 4 പ്രാർത്ഥനകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. In 4 chapters we see 4 different prayers. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ എന്നാണ്. എന്നാൽ ദൈവമക്കളല്ലാത്തവർ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. We think that only children of God pray and God will listen, but no, that's not the case. Even people who do not God, when they pray, God listens. ഒന്നാമത്തെ അധ്യായത്തിൽ കപ്പലിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ പാവപ്പെട്ട ചില ആളുകൾ അയ്യം വിളിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. In the chapter 1, when the ship was in trouble and sinking, people who of different natures, they call unto God and God heard their prayer. അവരെ നിലവിളിച്ച സന്ദർഭത്തിൽ നമ്മുടെ പാസ്റ്റർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. When they were crying out to the Lord, our pastor is at the bottom of the ship, fast asleep. അപ്പോൾ നാട്ടുകാരൻ പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. We serve a God that even if the Gentiles pray, God listens to them. ജീവിതത്തിന്റെ വിഷമകരമായ സാഹചര്യങ്ങളിൽ ആരെല്ലാം നിലവിളിയോടും പ്രാർത്ഥനയോടും ദൈവത്തെ വിളിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മനോഹര പുസ്തകമാണ്. This is a book which teaches the people, no matter from which caste, creed they come, when they cry out unto the Lord from their distress, we serve a God who listens to them. അന്നത്തെ കാലഘട്ടത്തിൽ യോനായും ചിന്തിച്ചിരുന്നത് യഹൂദന്മാരുടെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പെന്തിക്കോസുകാരന്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ എന്ന് യോന ചിന്തിച്ചതുപോലെ യഹൂദന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തുള്ളൂ എന്നായിരുന്നു യോനായുടെ ധാരണ. Jonah also thinks just like we think that God only hears the Pentecostal prayers. Jonah had the feeling that only God listens to the Hebrews. എന്നാൽ യഹൂദന്റെ പ്രാർത്ഥനയല്ല, ആരെല്ലാം ഹൃദയവേദനയോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നോ അവരെ കരുണയോടെ കാക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്നുമുണ്ട് അന്നുമുണ്ട്. Our God is not only a God of the Jews, hallelujah. Even today, hallelujah, when somebody calls out to the Lord from the bottom of their heart in their distress, we serve a God who hears them. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു ജാതീയരായിരിക്കുന്ന ചില ആളുകളുടെ പ്രാർത്ഥനയാണ്.
You know, in chapter 1, we see the prayers of some Gentile people. രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പ്രവാചകനായിരിക്കുന്ന യോനാ പ്രവാചകന്റെ അയ്യംവിളിയുടെ പ്രാർത്ഥനയാണ്. In chapter 2, we see our prophet Jonah, his cry in distress unto God. ശ്രദ്ധിക്കുക, അനുസരണം കെട്ടവനാണെങ്കിലും നാലാം അധ്യായത്തിൽ ചൂടനാണെങ്കിലും അവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവന്റെയും പ്രാർത്ഥന You know, you need to understand this. You know, he's a disobedient guy. In chapter 4, he's a very angry guy. But still, hallelujah, when he calls out to God, God listens to him. അപ്പൊ ചൂടന്മാർക്കും അനുസരണം കെട്ടവനും പ്രത്യാശ നൽകുന്ന ഒരു പുസ്തകം കൂടിയാണ് യോനായുടെ This book പുസ്തകം. of Jonah is a book which encourages the disobedient people and the hard-headed people too. കാരണം ഇദ്ദേഹം അനുസരണം കെട്ടവനാണെങ്കിലും ജീവിതത്തിന്റെ പരിതാപകരമായ സാഹചര്യത്തിൽ ദൈവമേ സഹായിക്കണമേ എന്ന് വിളിച്ച് നിലവിളിച്ച സന്ദർഭത്തിൽ ദൈവം കരുണ കാണിച്ചു. Even though he is a disobedient guy, when he was in trouble, when he was in distress, when he called out unto God, God heard his prayer. ശ്രദ്ധിക്കുക, ദൈവം കരുണയുള്ള ദൈവമാണ്. You need to understand, we serve a merciful God. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹമുള്ള കരുണയുള്ള ഒരു ദൈവത്തിന്റെ This ചിത്രമാണ്. book teaches us about a loving God, a merciful God. നീ എത്ര മോശക്കാരനാണെങ്കിലും അനുസരണക്കെട്ടവനാണെങ്കിലും നിന്നെ സഹായിപ്പാൻ ദൈവത്തിന്റെ No കരുണയുടെ matter കരം how bad എപ്പോഴും you ഉണ്ട്. are, no matter how disobedient you are, but we serve a God who is merciful enough to care for you, to love you. മൂന്നാമത്തെ അധ്യായത്തിൽ ഒരു രാജ്യം തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മൂന്നാമത്തെ When we come to അധ്യായത്തിൽ. chapter 3, we see a whole nation praying unto God. നിനവ എന്നറിയപ്പെടുന്ന ജാതീയ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥനയാണ് You know, മൂന്നാമത്തെ Nineveh അധ്യായം. is a Gentile country, and these Gentile people, when they get together and cry out unto the Lord hears their prayer. വീണ്ടും നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ AC ടേൺ ഓഫ് ആയി പോയതിന്റെ പേരിൽ നിലവിളിച്ച് കോപിക്കുന്ന ഒരു യോനയാണ് നാലാമത്തെ അധ്യായത്തിൽ When കാണാൻ we കഴിയുന്നത്. come to chapter 4, we see a Jonah, when the AC goes off, he gets violent, he gets mad. We see a mad, Jonah in chapter 4. പാസ്റ്ററാണ്, മിഷണറിയാണ്, നിനവയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയ വ്യക്തിയാണ്. He is a pastor, he is a missionary, he is a missionary unto Nineveh. എന്നാൽ ആവണക്ക് കരിഞ്ഞു പോയപ്പോൾ പുള്ളിയുടെ സ്വഭാവം മാറി, പുള്ളി കോപിക്കാനായിട്ട് Oh, തുടങ്ങി. when the plant which was spreading him, withered away, his whole countenance changed, he became mad. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന വേദോസത്തിലുള്ള കാര്യം രസമായിട്ട് പറയുന്നതേ ഉള്ളൂ. നാലാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞാണ് 4-ാം അധ്യായം No തുടങ്ങുന്നത്. matter, I'm saying this in a very funny character. Everything I'm saying is written in the Bible. അവിടെ രേഖപ്പെടുത്തുന്ന അവൻ കോപിച്ചു എന്നിട്ടും പ്രാർത്ഥിച്ചു. Here it says, though he was mad, still he prayed. അപ്പം കോപമുള്ള സന്ദർഭത്തിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. When you are angry also, you can pray. എന്തു സ്നേഹമുള്ള ദൈവത്തെയാണ് Oh, നമ്മൾ. what a loving God we serve. നമ്മുടെ കോപവും നമ്മുടെ ദേഷ്യവും നമ്മുടെ രീതികളും ഒക്കെ മനസ്സിലാക്കിയിട്ടും മാറാതിരിക്കുന്ന ദൈവം. Oh, what a God we serve. Though he sees our angriness, our disobedience, still he keeps on persisting towards us. നമ്മളെ അതുപോലെ ഉൾക്കൊള്ളുന്ന സർവശക്തനായ ദൈവം എത്ര സ്നേഹവാനാണ്. Oh, what a loving God which engulfs us in all these matters. ഇന്ന് പകൽക്കാലം അവനെ ആരാധിക്കുവാനായിട്ടും അവന്റെ അടുക്കിലേക്ക് ഓടി അണയാനായിട്ടും വന്ന ദൈവസ്നേഹം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. When we think about that love, we can come unto him, and he's such a loving God. How can you comprehend that love this morning? 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കറിയാം, ഒരു ദൂത് ലഭിച്ചിട്ട് തനിക്ക് ആ ദൂതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് മുന്നേറാനായിട്ട് കഴിയുന്നില്ല. Hallelujah. In chapter 1, we see that he gets a mission of the Lord, but he is not able to follow that. ദൈവം തന്നോട് പറയുന്നു, നിനവയിലേക്ക് യാത്ര ചെയ്യാനായിട്ടും അവിടെ പോയി ആ ദേശത്തിനെതിരായിട്ട് പ്രസംഗിക്കാനായിട്ടും പറയുന്നു. God tells him you need to go to Nineveh and preach against them. കാരണം അവരുടെ ദുഷ്ടത ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കുക എന്നുള്ളത്. Because their wickedness is come into the sight of the Lord, and you need to go and preach against that wickedness. യോനായ്ക്ക് തന്റെ സ്ഥലത്ത് നിന്നും കരമാർഗം ഈ നിനവയിലേക്ക് പോകാനായിട്ട് കഴിയും. Hallelujah. Jonah can go by road to Nineveh. എന്നാൽ അദ്ദേഹം ഒരു കപ്പൽ മാർഗം ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് But he തുടങ്ങി. chose the ship way and traveled the opposite direction. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, താനെ ജോപ്പയിലേക്കാണ് പോകുന്നതായിട്ട് ഇവിടെ The other രേഖപ്പെടുത്തിയിരിക്കുന്നത്. day I told you that he decided to go to Joppa. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിനെ പുറപ്പെട്ടു എന്നാ And it രേഖപ്പെടുത്തിയിരിക്കുന്നത്. is written in the Bible that he
ran away from God and he ran towards Tarsus. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്ന യോനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. We see a Jonah running away from the presence of God. ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ നിന്നും ആർക്കും എങ്ങും ഓടി ഒളിക്കുവാനായിട്ട് കഴിയത്തില്ല. Nobody can run away and hide from the presence of God. യോന കരുതിയത് തർശീശിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ആരും കാണുകയില്ല, ശ്രദ്ധിക്കയില്ല എന്നാണ് യോന Jonah thought that if ഗ്രഹിച്ചത്. I run away to Nineveh, nobody is going to see me, nobody is going to notice me. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ആർക്കും ഒളിക്കുവാനായിട്ടും But nobody ഓടിപ്പോകാനായിട്ടും can hide കഴിയത്തില്ല. from the presence of the Lord. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വിളി ഓരോ പ്രിയപ്പെട്ടവരെയും ഓരോ രീതിയിലാണ് ദൈവം Only വിളിക്കാറുള്ളത്. God calls different people in different ways. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, പുറപ്പെടുക എന്ന് അബ്രഹാമിനോട് ദൈവം When he പറഞ്ഞു. called Abraham, he said, go to a place where I am about to show you. എങ്ങനെയാണ്, എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് ഒരിക്കലും അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു. Abraham had no clue where he was going, where to, which direction, what destination. ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായിട്ട് തന്നെ നയിക്കുകയും നടത്തുകയുമായിരുന്നു. You know, every day God was miraculously just leading him, guiding him. എന്നാൽ പൗലോസിനെയും അതുപോലെ തന്നെ യോനയും ഒക്കെ ഒരു സ്പെസിഫിക് ഡിറക്ഷൻ നൽകിയാണ് ദൈവം But വിളിക്കുന്നത്. when God called Paul, when he called Jonah, God gave him specific directions. യോനായ്ക്ക് നൽകിയ ഡിറക്ഷൻ എന്ന് പറയപ്പെടുന്നത്, നീ നിനവയിലേക്ക് പോകണം, അവിടെ പോയി പ്രസംഗിക്കണം, ദുഷ്ടതയ്ക്കെതിരായിട്ട് പ്രസംഗിക്കണം എന്നാണ് പറഞ്ഞത്. When he called Jonah, he said, you need to go to Nineveh and you need to go and preach against their wickedness. എന്നാൽ ഓരോരുത്തർക്കും ദൈവം ഓരോ രീതികളിലാണ് ദൈവത്തിന്റെ വിളിയുള്ളത്. You know, different people get different ways of God's calling. നമുക്ക് ഈ ചരിത്രം അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. You know, we know this the story, and I reminded you the last time. So he went down to Joppa. ജോപ്പയിലേക്ക് താൻ ഇറങ്ങിപ്പോയി എന്നാണ് It രേഖപ്പെടുത്തിയിരിക്കുന്നത്. says that he went down to Joppa. തർശീശിലേക്ക് പോകാനായിട്ട് ജോപ്പയിലേക്ക് ചെന്നപ്പോൾ തനിക്കൊരു കപ്പൽ തന്നെ അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. Oh, when he reached Joppa, he saw a ship that was ready for him. പാപത്തിന്റെ വഴികളിൽ എല്ലാം നമുക്ക് വേണ്ടി ചിലപ്പോൾ ഒരുങ്ങിയിരിക്കുകയായിരിക്കാം. You know, when we go down the pathway of sin, we think everything is there ready for us. ഇവൻ കൂലി കൊടുത്ത് ഈ കപ്പലിൽ കയറി എന്നാണ് ഇവിടെ It is രേഖപ്പെടുത്തിയിരിക്കുന്നത്. written that he bought a ticket and he get into the ship. അതിനുശേഷം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, he went down to the last part of this ship. ഈ ഷിപ്പിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് താൻ You know, ഇറങ്ങിപ്പോയി. then it's written that he went right to the bottom deck of that ship. നമുക്കറിയാം, പിന്നെ ഷിപ്പിൽ ഭയങ്കര നിലവിളിയും വലിയ കാറ്റും പ്രതികൂലങ്ങളും സമുദ്രത്തിന്റെ മേൽ പെരുങ്കാറ്റൊക്കെ അടിക്കുന്നതാണ് Then കാണാൻ we know കഴിയുന്നത്. the story. There was a big storm arose, and you know, big waves, and the big waves hit the ship. കാരണം എല്ലാം എറിഞ്ഞു കളയുകയാണ്, എല്ലാം കടലിലേക്ക് എറിയുകയാണ്, You know, വളരെ പ്രയാസം ഉണ്ടായി. people started throwing everything out into the sea, and big problem. ഈ സന്ദർഭത്തിൽ യോനാ പ്രവാചകൻ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഉറങ്ങുന്ന കാണാൻ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ In chapter കഴിയും. 1, we see Pastor Jonah right at the bottom deck, fast asleep. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജാതീയരായിരിക്കുന്ന പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചകനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഉറങ്ങുകയാണ്. Yeah, the problem is, and when all the Gentiles are crying unto God, the prophet is fast asleep at the bottom deck. ഏറ്റവും വലിയൊരു പ്രശ്നവും അപരാധവും എന്ന് പറയപ്പെടുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നത് തിന്മയാണ്, തെറ്റാണ്. Oh, the biggest problem is when everybody is praying and crying unto God, we are sleeping. That is the biggest wrong thing. എല്ലാവരും ജീവിതത്തിൽ ഒരു വഴിക്ക് വേണ്ടി അലവിളിച്ചുകൊണ്ട് മുറവിളിച്ചുകൊണ്ട് കഴിയുന്ന സന്ദർഭത്തിൽ പ്രവാചകനായിരിക്കുന്ന ദൈവഭക്തനായിരിക്കുന്ന ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നതാണ് നമുക്കിവിടെ കാണാൻ Oh, സാധിക്കുന്നത്. what we see is everybody is crying unto the Lord for a way to open, and this prophet is here fast asleep. ദൈവം എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി തരുന്ന സന്ദർഭങ്ങളിൽ മയങ്ങിപ്പോകാതെ ഉറങ്ങിപ്പോകാതെ ദൈവസന്നിധിയിൽ ഉണർന്നോ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ദൈവം ശ്രദ്ധിക്കുകയും അതിനുമേൽ ദൈവം ആദരവ് കൽപ്പിക്കുകയും When ചെയ്യും. God gives you an opportunity to stand up and pray and seek the face of God, when you do that, hallelujah, God will turn his face towards you and open ways for you. ലോകമാകുന്ന കപ്പൽ വളരെയധികം ആടി ഉലയുന്ന സാഹചര്യത്തിൽ ജീവിത പ്രതിസന്ധികൾ ഈ ലോകത്തിന്റെ മേൽ, രാജ്യത്തിന്റെ മേൽ, നമ്മുടെ സംസ്ഥാനത്തിന്റെ മേൽ ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ഉറങ്ങരുത്. ചില പ്രിയപ്പെട്ടവരെങ്കിലും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. When the ship of this world keeps, wobbling and
hitting around in the waves, and when our institutions, when our churches start falling apart, hallelujah, don't fall asleep. Just wake up and cry out into the Lord. ദൈവസഭ പ്രാർത്ഥിക്കുവാനായിട്ട് ഉണരണം. കാരണം ലോകം അങ്ങനെയുള്ള വലിയ കാറ്റും കോളും പ്രതികൂലങ്ങളും നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ മയങ്ങിപ്പോകരുത്. അവർ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. Hallelujah. When the ship of this world is, tossing and toiling in the world, people of God, this is not the time to sleep. This is the time you need to wake up and seek the face of God and cry out unto the Lord. എല്ലാവർക്കും ചെയ്യാവുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്നുള്ളത്. Hallelujah. Prayer is a ministry which everybody can do. ചിലപ്പോൾ നിങ്ങൾക്ക് പണം മുടക്കാൻ കഴിയത്തില്ല, ആലയത്തിൽ വരാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. Maybe you are not have the money to spend for the ministry. You don't have the time to come to church, but no matter where you are, you can stand up and pray. നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടുകളും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ദൈവജനം ഉണരണം, ദൈവസഭ ഉണരണം. When our situations, when our surroundings are going down the drain, the people of God, the church of God need to rise up and pray. ദൈവത്തെ അനുസരിച്ചില്ലെങ്കിലും ഈ മനുഷ്യനിൽ ഒരു നന്മയുണ്ടായിരുന്നു. Though he was disobedient to God, he had a good heart. ഇവരെല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു ഉത്തരമുണ്ട്. When all these people come and talk to him, there is an answer he is ready to give them. എന്റെ നിമിത്തമായി പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ട് എന്നെ എടുത്ത് വെള്ളത്തിലിട്ടേക്കാൻ പറഞ്ഞു. You know what? All that you guys are going through is my fault. Just take me and throw me into the water. Everything will be fine. ഈ പ്രശ്നത്തിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് പുള്ളി ഈ യാത്രയിൽ സമ്മതിക്കുകയാണ്. In this journey he is admitting it is my fault. നമുക്ക് പറയാനായിട്ട് കഴിയുമോ ഈ പ്രശ്നത്തിന്റെ കാരണക്കാരൻ ഞാനാണെന്ന്? Can any of you stand up and say I am the problem? കുറ്റം എന്റേതാണെന്ന് ഏറ്റു പറയാൻ സന്നദ്ധത കാണിച്ചാൽ ശിക്ഷയിലും ദൈവം രക്ഷയുടെ മാർഗ്ഗവും. Hallelujah. When if you are able to stand up and admit that it is your fault, God will be on your side in the punishment too. മറ്റുള്ളവന്റെ മേൽ പഴിചാരാതെ, മറ്റുള്ളവന്റെ മേൽ ആ കുറ്റം ഏർപ്പെടുത്താതെ ഞാനാണ് ഈ പ്രശ്നത്തിന്റെ കാരണക്കാരൻ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിഞ്ഞാൽ ശിക്ഷയുണ്ടാകാം, പക്ഷെ അതിൻ്റെ അകത്തൊരു രക്ഷതയോ ഒരുക്കും. Instead of pointing fingers at other people and blaming other people, if you admit it is your fault, the punishment will surely be there. But God will be lenient in that. ശ്രദ്ധിക്കുക, ഈ വേദഭാഗങ്ങൾ നമുക്ക് ശിക്ഷയുണ്ടാകുന്നുണ്ട്, പക്ഷേ ദൈവം ശിക്ഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു രക്ഷയും. But if you read the story down, the punishment is surely there. But even in the punishment, God opens the way. കാരണം ദൈവം എന്നെയും നിങ്ങളെയും കൈവിടുന്ന ദൈവമല്ല. Because our God is a God, He will not forsake you and me. ഇന്ന് പകൽക്കാലം കൈവിടാത്ത ദൈവത്തിന് രക്ഷാമാർഗം ഒരുക്കി തരുവാൻ ദൈവത്തിന് വഴികളുണ്ട്. Hallelujah. We have served a God who will not forsake us, and God has ways in His portfolio. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോന ഒരു വലിയ മത്സ്യത്തിന്റെ ഉദരത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. When you come to chapter 2, Jonah is in the belly of the fish. രക്ഷപ്പെടുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞ് ഒരു മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിയുന്ന യോന. All ways of escape has been closed, and he is here in the belly of the fish. ഈ മൃഗം അല്ലെങ്കിൽ ഈ മത്സ്യം ഇതിനെ ഇനി എവിടെ ഛർദ്ദിക്കുമെന്നും എങ്ങോട്ട് കൊണ്ടുപോകുമെന്നൊന്നും അറിയത്തില്ല. Jonah does not know what this fish is going to go do, where it's going to take him. പക്ഷേ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. But the word of God says, Jonah cried out unto the Lord from the belly of the fish. ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന യോനയാണ് രണ്ടാം അധ്യായത്തിൽ കാണുന്നത്. Chapter 2 we see a Jonah crying out unto the Lord. രണ്ടാം അധ്യായം യോനയുടെ ഒരു സങ്കീർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Chapter 2 is the Psalms of Jonah. രണ്ടാമത്തെ അധ്യായം യോനയുടെ ഒരു അനുതാപത്തിന്റെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ Chapter 2 is a cry of despair of Jonah. താൻ പറയുന്നത് എന്നെ സമുദ്രത്തിന്റെ ആഴത്തിൽ എന്നെ ഇട്ട് കളഞ്ഞിരിക്കുകയാണ്. He says, God, you put me at the bottom of the sea. എന്റെ വെള്ളം എന്റെ പ്രാണനോളം എന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. Water has covered my soul all around. രക്ഷപ്പെടുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും തന്റെ മുൻപിൽ അടഞ്ഞിരിക്കുകയാണ്. All ways of escape is closed in front of him. ജീവിതത്തിൽ വലിയ തിമിംഗലങ്ങൾ നമ്മെ വിഴുങ്ങുന്ന ജീവിതാനുഭവങ്ങളുണ്ട്. Experiences is life where big fishes swallow us. അത് ചിലപ്പോൾ രോഗമായിട്ടും നിരാശയായിട്ടും കഷ്ടതയായിട്ടും
ഭാരമായിട്ടും ഞെരുക്കമായിട്ടും ഒക്കെയുള്ള വലിയ തിമിംഗലങ്ങൾ നമ്മെ വിഴുങ്ങാൻ You സാധ്യതയുണ്ട്. know, big fishes in the form of, sickness and problem and despair and depression. എന്നാൽ ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. But if God commands, God has ways to pull you out of this. ഇന്ന് പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും വിഴുങ്ങുന്ന ജീവിതത്തിന്റെ അനിഷ്ടാനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം കൽപ്പിച്ചാൽ ഈ മത്സ്യം യോനെ പുറത്തു കൊണ്ടുവരും. In the midst of, hallelujah, these big fishes will swallow us, hallelujah. If God decides, He can pull us out of നീ this. കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ, നീ നിലവിളിച്ചാൽ ഈ തിമിംഗലത്തിന്റെ ഉദരത്തിൽ നിന്ന് നിന്നെ നടത്തേണ്ട പന്താവിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. If you cry out to the Lord, if you pray unto the Lord, if you call out to the Lord, God has ways to pull you out and show you and take you to the right destination. യഹോവയായ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് യോനെ കരയ്ക്ക് ഛർദ്ദിച്ചു എന്ന ഈ അധ്യായത്തിന്റെ അവസാനം പറയുന്നതെങ്കിൽ, Only at the end of this chapter says, God commanded the whale and He vomited him onto the shore. ഇന്ന് രാവിലെ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലതൊക്കെ കൽപ്പിക്കുവാൻ ദൈവം കൃപ ചൊരിയട്ടെ. Hallelujah, let the God have the grace to command something for some people this morning. ഇന്ന് പകൽക്കാലം ദൈവം ചിലതിന്റെ മേലൊക്കെ കൽപ്പിച്ചിട്ട് ചിലതൊക്കെ സംഭവിക്കുവാനിടയാകട്ടെ. Oh, let God command and let something happen this morning. ഈ പുസ്തകത്തിൽ സമുദ്രത്തോട് കൽപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ We കഴിയുന്നു. see a God who commands the sea in this book. ഈ പുസ്തകത്തിൽ തിമിംഗലത്തോട് കൽപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് In this കാണാൻ book we കഴിയുന്നു. see a God who commands the whale. ഈ പുസ്തകത്തിൽ ആവണക്കിനോട് കൽപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ In this book സാധിക്കുന്നു. we see the God who commands the plant. ഈ പുസ്തകത്തിൽ പുഴുവിനോട് കൽപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ We see a സാധിക്കുന്നു. God who commands the worm. അങ്ങനെയെങ്കിൽ പ്രകൃതിയോട് കൽപ്പിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മേൽ ചിലതൊക്കെ കൽപ്പിച്ചാക്കുവാൻ സ്വർഗം കൃപ ചൊരിയട്ടെ. God can command the earlier things of this world what He created. How much more He command for you? Hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കട്ടെ. Hallelujah. Let God command some things for some people this morning. യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ സംഭവ്യമായി തീരത്തക്ക രീതിയിൽ ചില അത്ഭുതകരമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന കൽപ്പന ഉണ്ടാകട്ടെ. Hallelujah. In the name of Jesus, hallelujah. Let certain ways and doors be opened for people. അവൻ കൽപ്പിച്ചു, അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ Oh, to say that He commanded, it happened. ഇന്ന് പകൽക്കാലം ദൈവം കൽപ്പിച്ചിട്ട് ചിലതൊക്കെ സംഭവിക്കട്ടെ. Oh, മൂന്നാമത്തെ അധ്യായം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു അതിന്റെ ആരംഭവാക്യം. in chapter 3, the beginning of the chapter says like this. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യവും യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, And the second time the word of the Lord came unto Jonah is this. ദൈവം വീണ്ടും അവസരങ്ങളെ തരുന്ന ദൈവം. God is a God of second chances. നീ ആദ്യത്തെ അവസരം നഷ്ടപ്പെടുത്തിയാലും അടുത്ത അവസരം നിനക്ക് വേണ്ടി When ദൈവം you, തരും. hallelujah, when you fall on the first chance, He will give you a second chance. നിന്റെ തെറ്റിദ്ധാരണ കൊണ്ടും നിന്റെ ബുദ്ധി കൊണ്ടും എടുത്ത തീരുമാനം തെറ്റിപ്പോയാലും അടുത്ത അവസരവുമായി വരുന്നവനാണ് ദൈവം. If your assumptions and if your decisions fail, God comes to you with a second chance. നമ്മളാണെങ്കിൽ വീണ്ടും ആ മിഷൻ ഫീൽഡിലേക്ക് അവനെ വിടുവാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. If it was you and me, we would never send him to that same mission field again. കാരണം അവനെ നമ്മൾ ഫയർ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും We ഉണ്ട്. will make all steps to fire him. പക്ഷേ നമ്മളുടെ ദൈവം നമ്മളെ ഫയർ ചെയ്യത്തില്ല. But we don't serve a God who fires us. അവൻ രണ്ടാമതും അവസരം തരുന്ന He is a ദൈവമാണ്. God who will give second chances. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് വീണ്ടും രണ്ടാമതൊരു അവസരം കൂടെ തന്നതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. Oh, let us thank God for all the second chances that God has given us. ജീവിതത്തിൽ ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എത്രയോ അവസരങ്ങൾ ദൈവം നമുക്ക് ഓരോ hallelujah. ദിവസവും തരികയാ. If you think back at your life, it's not first chance, second chance. How many chances God has given നമ്മൾ us? ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ അവസരങ്ങളല്ലേ. Oh, the fact that we are alive, that is the chance of God. നമ്മൾ ആരോഗ്യത്തോടെ ഈ പ്രാർത്ഥനാലയത്തിൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അവസരങ്ങളല്ലേ. The fact that we have come to this church healthy, ഒരു it is a chance of God. പ്രാവശ്യം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയല്ലേ. One more chance God has given us to praise Him. Isn't it that His chance? എത്രയോ തെറ്റുകൾ എത്രയോ തിന്മകൾ ചെയ്തിട്ടും വീണ്ടും അവസരം തരുന്നില്ലേ. Thank you, Lord Jesus. നമ്മുടെ യോന അങ്ങനെ നിനവയിൽ എത്തിച്ചേരുന്നു. Finally, Jonah reaches Nineveh. യോന
നഗരത്തിൽ ചെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് 3-ാമത്തെ അധ്യായം. You know, the 3rd chapter is the preaching of Jonah in Nineveh. താൻ വലിയ പ്രസംഗങ്ങളൊന്നും പ്രസംഗിച്ചിട്ടില്ല, പക്ഷേ അവിടെ ഉണർവ് വരാൻ തുടങ്ങി. He did not preach a big fiery sermon there, but a revival happened. അദ്ദേഹം പ്രസംഗിച്ച ഒരൊറ്റ സെന്റൻസ് മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ We കഴിയുന്നുള്ളൂ. see only one sentence what he spoke in the Bible. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലമാകും എന്ന് After ഘോഷിച്ചു. 40 days, Nineveh will be destroyed. ശ്രദ്ധിക്കുക, യോനായ്ക്ക് ഒരൊറ്റ പ്രസംഗം മാത്രമേ ഉള്ളൂ. ഇനിയും 40 ദിവസം കഴിയുമ്പോൾ നിനവ ഉന്മൂലമാകും. Jonah has only one thing to say. 40 days and this place is going to be destroyed. അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവടക്കം ജനങ്ങളടക്കം ഉണർവിലേക്കും അനുതാപത്തിലേക്കും When they വരികയാണ്. heard this right from the king, right up to the people, there was repentance in their heart. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാറില്ല, ഈ പാസ്റ്റർ എന്നെ ഈ പ്രസംഗം തന്നെ പലപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Haven't you asked this question? Why is this pastor preaching the same sermon so many times? കാരണം നിങ്ങൾ അനുതാപം ഉണ്ടാകുന്നിടം വരെയാണ് ഈ ഒരൊറ്റ പ്രസംഗം മാത്രമേ ഉള്ളൂ, ഇതിങ്ങനെ Unless and പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. until you guys repent, this is going to continue. ഇവിടെ യോനായ്ക്കും ഒരൊറ്റ പ്രസംഗം മാത്രമേ ഉള്ളൂ. Here Jonah has just got one message to give. ശ്രദ്ധിക്കുക, ഒരു ഉണർവുണ്ടാകാൻ പ്രഗത്ഭനായ ഒരു പ്രസംഗകനോ ഒരു വലിയ പ്രസംഗമോ ആവശ്യമില്ല. For a revival to happen, we don't need a great preacher. We don't need a great sermon. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ഉണർവുണ്ടാകാനായിട്ട് പ്രഗത്ഭനായ കഴിവുള്ള ഒരു പ്രഭാഷകനോ ഒരു പ്രസംഗമോ ആവശ്യമില്ല. Let me repeat it again. For revival to happen, we don't need a fiery preacher. We do not need a great sermon either. സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയും ദൈവം നൽകുന്ന സന്ദേശവും പറഞ്ഞാൽ ഉണർവുണ്ടാവും. If there is a person who is submitted unto God, and if he is willing to speak out what God has given him, revival will happen. ചരിത്രത്തിൽ കാണുന്ന എല്ലാ ദൈവഭൃത്യന്മാരും അവർ വലിയ പ്രഭാഷകരല്ലായിരുന്നു. If you look at history, all those great preachers, all those great men of God were not great preachers. ഇവാൻ റോബർട്സിനെ പോലെ വില്യം ജെ സെയ്മൂറിനെ പോലെയൊക്കെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രസംഗവും അവരുടെ പ്രസംഗം വലിയ പ്രകടനമായിട്ടുള്ള പ്രസംഗങ്ങളുമല്ലായിരുന്നു. These great preachers which pastor talked about, they did not have big sermons to preach. എന്നാൽ അവിടെ എല്ലാം ദൈവപ്രവർത്തനങ്ങൾ ഉണ്ടായതായി കാണുന്നു. But we see that whenever they stood with the word of God worked among them. ഇവിടെ ഇദ്ദേഹം പ്രസംഗിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന നിനവിലെ രാജാവടക്കം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനായിട്ടും തുടങ്ങി. When Jonah preached, the king and all the people decided already to fast and pray. യോന ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ ഉപവാസം എടുക്കണമെന്ന് 21 ഇരിക്കണമെന്ന് ഒന്നും പറഞ്ഞില്ല. Jonah did not tell them that you got to fast for 21 days or anything like that. പക്ഷേ നിനവയിലെ രാജാവിന്റെ അടുക്കൽ ഈ സന്ദേശം ലഭിച്ചപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന സിംഹാസനത്തിൽ നിന്നും താൻ ഇറങ്ങി. Hallelujah. Here we read that when the message reached the king, he got down from the throne. രണ്ടാമത് പറയുന്നത് താൻ രാജവസ്ത്രം അടിച്ചു വെച്ചു. Number 2, he took off his royal robe. എന്നിട്ട് പറയുന്നത് അവൻ പുതച്ച് വെണ്ണീറിൽ ഇരുന്നു. And then he said that he put on sackcloth and sat in ashes. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഉണ്ടായിരുന്ന സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങുകയാണ്. When he received the word of God, he got down from his throne. തന്റെ ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും രാജവസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാൻ താൻ തയ്യാറായി. Robe of glory and power, and he's sitting down in ashes. എന്നിട്ട് അവിടെയുള്ള മൃഗത്തിനോടും കന്നുകാലികളോടും ഒക്കെ ആ ദിവസങ്ങളിൽ ഉപവസിക്കുവാനായിട്ട് പറയുകയാണ്. So much so that even he commanded the beast of the field to fast. ദൈവസന്നിധിയിൽ ഹൃദയനുറുക്കത്തോടും സമർപ്പണത്തോടും താഴ്മയോടും അനുതാപത്തോടും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, if you are willing to surrender to the Lord and pray unto the Lord, ദൈവം ദേശത്തിന്റെ മേൽ മാറ്റം വരുത്തും എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. This book teaches that God will bring changes in the land. ഇവരെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് അവരുടെ സാഹസം വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. We see that they turn from their wicked ways and turn to the Lord. അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദുർമാർഗങ്ങൾ വിട്ടിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. People who pray, they will turn from their wicked ways and turn to the Lord. പണ്ടൊരു അപ്പച്ചൻ പ്രാർത്ഥിക്കുമായിരുന്നു. There was an Appachan who used to pray like this. അപ്പച്ചൻ അങ്ങ് പ്രാർത്ഥനയാണ്, അങ്ങ് കേരളം, കോഴിക്കോട്, നോർത്ത് ഇന്ത്യ, ഒക്ലഹോമ, ന്യൂയോർക്ക് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. He is praying for everything, right from India to Oklahoma to the ends of the world. പിന്നെ കഷ്ടപ്പെടുന്ന ദൈവമേ, അവിടെ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട്, കുഷ്ഠരോഗികളായിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള
ആളിനെ നല്ല വീടില്ല, ദൈവമേ He സഹായിക്കണമേ. said, Lord, there are so many people suffering around the world, so many people in disease. Even the person next door to me, he doesn't have a good house. Lord, help him. വീട്ടിലെ മോനെ പിന്നെ അപ്പച്ചൻ്റെ കൂടെ അല്ലായിരുന്നു യോഗത്തിന് വരുന്നത്, വേറെ സഭയിലെ അപ്പച്ചൻ്റെ മോൻ. You know, the son used to go to a different church. ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ അയൽവക്കത്തെ ആളിന് കഷ്ടമാണല്ലോ, ദുരിതമാണല്ലോ, വീടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. He should pray, Lord, that, my neighbors, they don't have a good house. You help him. ഈ മോനെന്നും ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അപ്പച്ചൻ്റെ. The son is, every day paying attention to the prayer. ഒരു ദിവസം മോൻ വന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, ദൈവം പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞു. One day the son came to the Appachan and said, Appachan, the Lord has heard your prayer. ഇനി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. And he said, no, don't pray for that again. അപ്പച്ചൻ ചോദിച്ചു, അതെങ്ങനെ നീ അറിഞ്ഞത്? Said, how did you know that? ഞാൻ അപ്പച്ചൻ്റെ ബാങ്കിലുള്ള സേവിങ്സ് അക്കൗണ്ട് എല്ലാം എടുത്ത് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു. He said, Appachan, I took all your savings and I gave it to all these people. അപ്പച്ചൻ്റെ സേവിങ്സിൽ ഇട്ടുകൊണ്ടാണ് എൻ്റെ ദൈവമേ നാട്ടുകാരനെ സഹായിക്കണമേ, രക്ഷിക്കണമേ, ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. Appachan, he's got a big balance, bank balance. He's all this balance there and he's praying, Lord, have mercy, Lord, do something. എന്നിട്ട് എല്ലാ ദിവസവും നിലവിളിക്കുകയാണ്, ഞങ്ങളുടെ അടുത്തുള്ളവനെ സഹായിക്കണമേ, സഹായിക്കണമേ And എന്ന്. every day he's crying, Lord, help my neighbor, help my neighbor. ഈ ചെറുക്കൻ അത്രയും പ്രാർത്ഥിക്കുന്നവനല്ലായിരുന്നു, അവന് ബോധം ഉണ്ടായിരുന്നു. The son, he was not a big prayer guy, but he had a good brain. അവനുള്ളതെല്ലാം കൊടുത്തു, ആ വീട്ടുകാരനെ സഹായിച്ചു. He took the money and helped the guy. ദൈവം പ്രാർത്ഥന കേട്ടു. God heard the prayer. ശ്രദ്ധിക്കുക, നിനവേയിലുള്ളവർ അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. Here we see people in Nineveh, they turned from their wicked ways and then they prayed. 3:10 പറയുന്നു, അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു, ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ. In 3:10 it says, when they turned from the wicked ways and when God saw their deeds. ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ. And when God saw their deeds. താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു. Hallelujah, God repented from what he was going to do unto them. അപ്പം ദൈവം അനുതപിക്കുന്ന ദൈവമാണ്. That means God is a God who repents. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ദൈവം വിഷയങ്ങളുടെ മധ്യത്തിൽ അനുതപിക്കുന്ന ദൈവമാണ്. We serve a God who will repent in different times. അപ്പോൾ നാട്ടുകാരൻ വിടുവിക്കപ്പെട്ടു, സ്വതന്ത്രനായി, സന്തോഷമുണ്ടായി ആ ദേശത്ത്. The Gentile people were saved and there was joy and happiness. പക്ഷേ നമ്മളുടെ പാസ്റ്ററിനെ വളരെയധികം കോപമുണ്ടായി. But our pastor was so mad. നമ്മുടെ മിഷണറിക്ക് സഹിക്കാനായിട്ട് വരുന്നു. Our missionary couldn't bear this. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ മിഷണറി പറയുകയാണ്, അത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു. In chapter 4 this missionary says, I am mad at this. നാട്ടുകാരെല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മിഷണറി കോപിക്കുകയാണ്. When all the Gentiles of the land are praising God, our missionary is angry. എന്തിനാണ് നമ്മുടെ മിഷണറി കോപിച്ചതിന്റെ Why കാരണം? is our missionary so mad? കാരണം ഇദ്ദേഹം കരുതിയിരുന്നത് ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമാണ്. Because he thought that God was a God of only the Jews. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ താൻ തന്നെ പറയുന്നുണ്ട്, നീ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ നീ നിന്റെ സ്വഭാവം മാറ്റും ദൈവത്തിന്റെ. Even in chapter 1 he says, God, I know when I go there you are going to backfire at me. കാരണം താൻ പറഞ്ഞ ദൂത് അതുപോലെ സംഭവിക്കത്തില്ല. Because what he said is not going to happen. നിനവ നശിക്കുമെന്നുള്ള ദൂതാണ് ഇവിടെ മിഷണറി പറയുന്നത്. Missionary is saying that Nineveh is going to be destroyed. പക്ഷെ ദൈവം അനുതപിച്ചു കഴിഞ്ഞാൽ താൻ ആ മനംമാറ്റം ഉണ്ടാകും തനിക്ക്. He knows that if God repents, things are going to change. ഇത് തന്റെ അഭിമാനത്തിന് പ്രശ്നമാണ്. This was a big thing. It hurt his pride. കാരണം തന്റെ അഭിമാനവും തന്റെ ലാഭവും തന്റെ സുഖവുമാണ് ഈ മിഷണറിക്ക് താല്പര്യം. Because this missionary, he is scared only about his pride and his gain and his name. അതുകൊണ്ടാണ് ഈ മിഷണറിയോട് ദൈവം ചോദിക്കുന്നത്, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരുടെ കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? And that's why God is asking this missionary, don't you think I should be merciful and concerned about 120,000 people who do not know the left hand from the right hand? കാരണം തന്റെ സുവിശേഷ പ്രവർത്തനം, മിഷൻ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നും ഉണ്ടായതല്ല, നിർബന്ധം കൊണ്ടുണ്ടായതാണ്. Because his missionary activity is not from compassion,
But it's from, from somebody, put it on him. അനേക പ്രിയപ്പെട്ടവരുടെയും സുവിശേഷീകരണവും ശുശ്രൂഷകളുമെല്ലാം ദൈവത്തിന്റെ നിർബന്ധം കൊണ്ടും അടികിട്ടുമെന്നുള്ള പേടി കൊണ്ടുമാണ്, Many സ്നേഹം people, കൊണ്ടോ they കരുണ serve കൊണ്ടോ God അല്ല. and they are missionaries because they are afraid that God will be mad at them, and they just do it out of, compulsion. ഇവിടെ യോന പോയത് ദൈവത്തോടുള്ള സ്നേഹമോ കൊണ്ടല്ല, നിർബന്ധം കൊണ്ട് അങ്ങ് പോയതാണ്. Jonah did not go because of the love of God. He went because of the compulsion of God. നിർബന്ധത്തിന് വഴങ്ങിയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു യോനയ്ക്കുണ്ടായത്. Jonah's missionary was a compulsion driven missionary. ദൈവത്തിന്റെ ഹൃദയം പോലെ ആകുവാനായിട്ട് യോനായുടെ മനസ്സ് അനുവദിച്ചില്ല. Jonah's mind did not want him to be like God. കാരണം തന്റെ സുഖവും തന്റെ സമാധാനവും തന്റെ സുരക്ഷിതത്വവും തനിക്കുണ്ടാകേണ്ട ലാഭവുമാണ് യോന ചിന്തിച്ചത്. Jonah just thought about what he was going to gain out of this, what he was going to get out of this. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം, കരുണ, അനുതാപം എത്രമാത്രം ഉണ്ട്? How much do we, people who are sitting here, how much do we care about other people's welfare, other people's lives and their redemption? ഈ സമൂഹത്തെ കണ്ടിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന് അവരോട് അയ്യോഭാവം തോന്നരുതോ എന്നാണ്. The God is asking, should I not be merciful unto these people? ഇവിടെ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവേ. Oh, this is Nineveh. This is a great city of 120,000 people and animals who do not know the left hand from the right hand. ഇവിടെ ദൈവത്തിന് അയ്യോഭാവം തോന്നിയത് മനുഷ്യരോട് മാത്രമല്ല. Here God was merciful not only to mankind. ദൈവത്തിന് അയ്യോഭാവം തോന്നിയത് പക്ഷിമൃഗാദികളോടും സസ്യങ്ങളോടും പ്രകൃതിയോടും ദൈവത്തിന് അയ്യോഭാവം God തോന്നി. was merciful unto nature, unto animals, unto birds. കാരണം ദൈവം എല്ലാത്തിനെയും സകല ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന ദൈവമാണ്. God is a God who loves the entire creation. കാരണം ഈ മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും നശീകരണം ഉണ്ടാകും എന്ന് ദൈവത്തിനറിയാം. Because God knows if these creatures and these birds and animals are destroyed, it will affect mankind too. അതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. But that's why God is a God who loves ഈ everybody. പ്രകൃതിയെയും എല്ലാ മൃഗജാലങ്ങളെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാനും നിങ്ങളും You and ആരാധിക്കുന്നത്. me, we serve a loving God who serves man and beast and creation, all of them. ഇന്ന് പകൽക്കാലം കഷ്ടം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വലം കൈയും ഇടം കൈയും അറിയാത്ത പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കുവാനായിട്ടുള്ള ഹൃദയത്തിന്റെ തുടിപ്പ് നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. This morning it is so much important that we have a heartbeat or compassion to people who are suffering, who are in trouble, who are going through difficult times. നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സും നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഈ ദിവസങ്ങളിൽ ഉപകരിക്കുവാൻ തയ്യാറാണ്. These days we need to invest our health, our wealth, our whatever God has given us for the extension of the kingdom of God. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും ഒക്കെ നമ്മുടെ റിസോഴ്സസുകളും ഒക്കെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാട്ടി ദിവസങ്ങളിൽ We ചെലവഴിക്കണം. need to spend our resources, our prayer life, our wealth which God has given us for the extension, the building of the kingdom of God. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ദൈവസ്നേഹം അറിയാതെ കഷ്ടതയിലും ദുരിതത്തിലും രോഗത്തിലും പീഡനത്തിലും യുദ്ധത്തിലും ഒക്കെ കഴിയുമ്പോൾ ദൈവം നമുക്ക് എത്രയോ സുഖങ്ങളും എത്രയോ അനുഗ്രഹീതമായ അവസരങ്ങളും നൽകുന്നു. When there are people all around the world, millions of them in difficult times going through wars and troubles and difficulties, how much God has blessed us with so much of peace in our lives. ഇന്ന് പകൽക്കാലം എത്ര പ്രിയപ്പെട്ടവർ പറയുന്നു, ദൈവമേ ഒരവസരം കൂടെ തന്നാൽ, രണ്ടാമതൊരവസരം കൂടെ നൽകി തന്നാൽ. How many of you can call unto God and say, Lord, give me one more chance? നമുക്കറിയത്തില്ല നമ്മൾ എത്ര നാൾ ഈ ഭൂപരപ്പിൽ കാണും, എന്നാൽ രണ്ടാമത് വീണ്ടും ഒരവസരം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നാൽ വേദനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് ചെല്ലുവാൻ ദൈവം എനിക്ക് നിയോഗങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച. How long we are going to live on this earth, but Lord, if you give me one more chance to go out unto the people. കൈവിടാത്ത ദൈവത്തിന്റെ കരുണയുടെ കരങ്ങൾ യോനയെ തേടി വന്നതുപോലെ, Just as the merciful hand of the Lord went about to get Jonah. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും തീർന്നു പോയിട്ടില്ല. God
God who does not forsake people, his work has not ended. ദൈവത്തിന് വഴികളുണ്ട്, ദൈവത്തിന് ക്രമീകരണങ്ങളുണ്ട്. God has ways, God has ways. ഈ സമുദ്രത്തിൽ നിനക്ക് വേണ്ടിയുള്ള വഴികളും വഴിത്താരകളും വെട്ടിത്തുറക്കാൻ ദൈവത്തിന് Even കഴിയും. in the midst of the sea, God has ways and ways to open ways. നിനക്കറിയത്തില്ല ഈ സമുദ്രത്തിൽ നിന്നും എങ്ങനെ നിനവയിലേക്ക് എത്തിച്ചേരും You don't എന്ന്. know how from the midst of the sea how you can reach Nineveh. കാരണം നീ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് ഒരു മത്സ്യത്തിന്റെ ഉദരത്തിന്റെ Because അകത്താ. at this moment you are in the belly of a fish. രോഗമാകുന്ന മത്സ്യം, നിരാശയാകുന്ന മത്സ്യം, കഷ്ടതയാകുന്ന മത്സ്യം, വാർദ്ധക്യമായിരിക്കുന്ന മത്സ്യം. Hallelujah, fish of hallelujah, sickness, fish of depression, fish of hallelujah, so many different types of fish. എന്നാൽ രണ്ടാമതും അവസരം നൽകി നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Hallelujah, God has ways, hallelujah, to give you a second chance, hallelujah. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറഞ്ഞാട്ട്, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യും. Hallelujah, people who believe say unto the Lord, I will do things for the Lord. എനിക്ക് നൽകി തന്നിരിക്കുന്ന സാഹചര്യങ്ങളെ വീണ്ടും ഞാൻ ഉപയോഗിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ കൃപ പകരും. Hallelujah, let the grace of God be upon me so that I can use the resources God has വിശ്വസിക്കുന്ന given me. പ്രിയപ്പെട്ടവർ കരങ്ങളെ അടിച്ച് ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം Oh, ചെയ്താട്ട്. let us give thanks unto the Lord in the Spirit this morning. ദൈവം ചിലതൊക്കെ നിങ്ങളുടെ മേൽ കൽപ്പിക്കട്ടെ. Oh, let God command certain things in your life. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ കൽപ്പിക്കട്ടെ. God, hallelujah, command on your body. നിങ്ങളുടെ ചിന്തകളുടെ മേൽ ദൈവം Let കൽപ്പിക്കട്ടെ. God command on your thoughts. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മേൽ ദൈവം Let God കൽപ്പിക്കട്ടെ. command on your health. നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ ദൈവം Let God കൽപ്പിക്കട്ടെ. command on your wealth. നിങ്ങളുടെ തലമുറകളുടെ മേൽ കർത്താവ് Let God കൽപ്പിക്കട്ടെ. command on your generation. എല്ലാ മടുപ്പുകളും മാറിപ്പോകട്ടെ. Let all the laziness go away. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. Let all depression go away. ചിലത് പുതിയത് സംഭവിക്കട്ടെ. Well, let something new